ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോ ആ വേദിയിൽ മുസ്ലിം ലീഗ്, ആ വേദി പോലും മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് വിരോധമൊന്നുമില്ല, കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ആ മുസ്ലിം ലീഗ് പാലൂട്ടി വളർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയും ആ മുസ്ലിം ലീഗിനോട് സഖ്യ ചേർന്നിരിക്കുന്ന SDP-യും ഈ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോ ഞങ്ങൾ നിങ്ങളെ വർഗീയ പാർട്ടി എന്ന് വിളിക്കാതെ കടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. മതമാണ് 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 പ്രശ്നം, അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഷാജി പറയുമ്പോ അതിനെക്കുറിച്ച് വർത്താനം പറയാൻ ഇവിടെ ആരുമില്ല, അതിനെ വർഗീയത എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ സമുദായത്തിന്റെ കാര്യം സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും സമുദായത്തിന്റെ കാര്യങ്ങൾ പറയാൻ നിയോഗിക്കപ്പെട്ട സുകുമാരൻ നായരും തന്റെ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇവിടെ VD സതീശൻ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചറിയണ്ടേ? എന്താ VD സതീശൻ പറഞ്ഞേ? ഈ വർഗീയതക്കെതിരെ മരിച്ചു വീഴാൻ പോലും എനിക്ക് മടിയില്ല, മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന KM ഷാജിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ നിങ്ങൾ തയ്യാറായോ? ഈ നാട്ടിൽ OBC സംവരണത്തിനെതിരെ, ഈ നാട്ടിൽ സംവരണ ആനുകൂല്യങ്ങൾ ഒരു വംശത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുമ്പോ അതിനെതിരെ സമുദായങ്ങൾ സംസാരിക്കുമ്പോ അവിടെ വർഗീയതക്കെതിരെ മരിച്ചു വീഴുന്ന VD സതീശ, താങ്കളുടെ വായിൽ പഴമായിരുന്നോ ഷാജി സംസാരിച്ചപ്പോ? ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയും PFIയും ഒന്നുമില്ല. ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം, ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ട് VD സതീശൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങളൊക്കെ ഓർമ്മയ്ക്കുണ്ടാവും. എന്താ VD സതീശൻ പറഞ്ഞേ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ മതരാഷ്ട്രവാദമൊന്നുമില്ല. ഈ കഴിഞ്ഞ ആഴ്ച, ഈ തൊട്ട് കഴിഞ്ഞ ആഴ്ച ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, മതരാഷ്ട്രമുണ്ടായാൽ മാത്രമേ ഇസ്ലാമിന് നീതി കിട്ടൂ. ഞങ്ങൾക്ക് മതരാഷ്ട്രം എന്ന വാദത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. VD സതീശൻ മിണ്ടിയോ? കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കിയോ? എന്തിന്? ഇന്നലെ ബഹുമാനപ്പെട്ട CBCIയുടെ പ്രസിഡന്റും തൃശൂർ രൂപതയുടെ പിതാവുമായ ആൻഡ്രൂ സ്ഥാനത്ത് പറഞ്ഞു, സഭയ്ക്കുള്ളിലേക്ക് പോലും പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞു കയറി സഭയ്ക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല. ആ PFIയെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. ഞങ്ങൾ പറയുന്നു, സഭയ്ക്കുള്ളിലേക്ക് മാത്രമല്ല, വിവിധ മതവിഭാഗങ്ങൾക്കുള്ളിലേക്ക് മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലും ഈ PFI ഒളിഞ്ഞിരിക്കുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമി ഒളിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിലേക്കും വലിയ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും PFIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാനല്ല, ആന്റി നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇഷ്ടം. കാരണം നിങ്ങൾ രാജ്യവിരുദ്ധരാണ്. ആ രാജ്യവിരുദ്ധ സമീപനമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. നിങ്ങൾ തോളോട് തോൾ ചേർന്ന് പിടിച്ചിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, നിങ്ങളെ തോളത്ത് കൈയിട്ട് നടക്കുന്ന സംഘടനകൾ ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനം നടത്തുന്ന സംഘടനകളാണ്. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ കാത്തു നിൽക്കുന്ന സംഘടനകളാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ മനുഷ്യൻ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ കേരളം ഉൾപ്പെടെ, ബംഗാൾ ഉൾപ്പെടെ, കാശ്മീർ ഉൾപ്പെടെ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് വിവിധ രാജ്യങ്ങളാക്കി മാറ്റുമായിരുന്നു കോൺഗ്രസ്. ഇനി ഒരു നാൾ കൂടി കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ, അത് പേടിക്കണ്ട. ഭാരതീയ ജനതാ പാർട്ടി ഈ മണ്ണിലുള്ളിടത്തോളം കാലം ഇന്ത്യയുടെ മണ്ണിൽ ഇനി കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഒരു ദിവസം കരുതിയിരിക്കണം,
നമ്മുടെ ഓരോരുത്തരുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്റെയും ഏറ്റവും വലിയ ശ്രദ്ധ, ജാഗ്രത എവിടെയാണ്? ഒരു ദിവസം ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ മടിക്കില്ലവർ. അത്രയും ഗൗരവമുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, റിട്ടയർഡ് കേണലിന്റെ പുസ്തകത്തില് ഇന്ത്യൻ മിലിട്ടറിക്ക് ചൈന അതിർത്തിയിൽ സംഘർഷമുണ്ടായപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രധാനമന്ത്രി പുറകോട്ട് പോയി. രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ്. ഹേ മനുഷ്യ, ഹേ പൊട്ട, നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടി പറയുന്നു, അതിർത്തിയിൽ നിൽക്കുന്ന സൈന്യത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്തുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകണം. ആ ചിന്ത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകണം.